പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി കർത്താവ് മറ്റൊരു ദിവസം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയാം. ഓരോ ദിവസവും കർത്താവിൻ്റെ ദാനമാണ്, കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്നീ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹമാകും, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകൾ അനുഗ്രഹമാകും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് രക്ഷയുടെ ആ ഒരു മഹിമയിലേക്ക് എല്ലാവരെയും വഴി നടത്തിയതാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേക നിയോഗമായിട്ട് സമർപ്പിക്കുന്നത് പലതരത്തിലുള്ള രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവരെയാണ്. അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കിടപ്പ് രോഗികളുണ്ട്, രോഗമായിട്ട് ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്, രോഗമായി വേണ്ട വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരെയും, എല്ലാ രോഗികളെയും കർത്താവെ അങ്ങയുടെ കരുണയുടെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ നിയോഗത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വചനം സ്വീകരിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിലേക്ക് വരണമേ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
വചനത്തിൻ്റെ നിറവ് നമ്മിലുണ്ടാകുവാനായി പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം തിരുവചനം. ഉൽപ്പത്തി 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തു രക്ഷിക്കും. കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണിത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ കാത്തു രക്ഷിക്കുമെന്ന്. വീണ്ടും തിരുവചനത്തിലൂടെ പറയുകയാണ്, നിന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരികയും നിന്നോടൊത്ത് നിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നതുവരെ നിന്നെ ഞാൻ കൈവിടുകയില്ല. കർത്താവ് പറയുകയാണ്, നിന്നോട് ഞാൻ ചെയ്ത വാഗ്ദാനം എല്ലാം പൂർത്തീകരിക്കുന്നത് വരെ ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല. കാരണം നിന്നോടൊത്ത് ഞാനുണ്ട്, ഞാനാണ് നിൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നൽകിയ ഒരു വലിയ വാഗ്ദാനമാണിത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ കർത്താവ് ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകുന്നത്. നിന്നോട് ഞാൻ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ എപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവം നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നീ എവിടെയെല്ലാം പോയാലും, നീ എന്തൊക്കെ പണികൾ ചെയ്താലും, ഏതൊക്കെ രീതിയിലാണ് നിൻ്റെ ജീവിതമെങ്കിലും, നീ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും നിന്നോടുകൂടെ ഞാനുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുന്ന ദൈവമല്ല എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ, പ്രതിസന്ധികൾ കടന്നു വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ ആരുമില്ല എന്ന ചിന്ത നമ്മെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ കർത്താവ് പറയുന്ന ഇതാണ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടെയാണ് നാം ജീവിക്കേണ്ടത് എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുക. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി എന്ന്. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. കർത്താവ് കൂടെയുള്ളപ്പോൾ അനുഗ്രഹമുണ്ടാകുന്നു, ശ്രേയസ്സുണ്ടാകുന്നു. കർത്താവ് കൂടെയുള്ള സമയത്താണ് അനുഗ്രഹവും അഭിവൃദ്ധിയും ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യം, കർത്താവ് കൂടെയുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയമാണ് എന്ന ബോധ്യം, അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ഓരോ പ്രഭാതത്തിലും കർത്താവ് നമുക്ക് നൽകുന്ന ബോധ്യം അത് തന്നെയാണ്. രോഗപീഠകളിൽ, രോഗത്തിൻ്റെ സഹനങ്ങളിൽ എൻ്റെ ദൈവം എന്നോടൊത്തുണ്ട് എന്ന്, സൗഖ്യദായകൻ എന്നോടൊത്തുണ്ട് എന്ന ബോധ്യം, ഈ തകർച്ചകളെയെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം, അതായിരിക്കണം നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കേണ്ടത്. വീണ്ടും തിരുവചനത്തിലൂടെ നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്, കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവാണ് നിന്നോട് കൂടെ
നിന്നോടൊത്ത് പോകുന്നത്, നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ പരിത്യജിക്കുകയോ ഭഗ്നാശനാക്കുകയോ ഇല്ല. നീ പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്ന്. അപ്പോൾ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവാണ് നമുക്ക് മുൻപേ നടക്കുന്നത്. കർത്താവാണ് നമ്മെ നയിക്കുന്നത്. കർത്താവാണ് നമുക്ക് പിൻപിലുള്ളത്. അതുകൊണ്ട് നാം ഒന്നിനെയും ഭയപ്പെടുകയോ ഭഗ്നാശരാവുകയോ വേണ്ട. അവൻ നമുക്ക് മുൻപേ പോകും. അവൻ നമ്മെ നയിക്കും. അവൻ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. ആ ഒരു ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയട്ടെ. ദൈവം നമ്മെ നയിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വീണ്ടും തിരുവചനത്തിൽ പ്രകാരം നമ്മൾ കാണുന്നു. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 3:19. ഇവിടെ നാം കാണുകയാണ്, സാമുവേൽ വളർന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് മുൻപേ പോയി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ വ്യർത്ഥമാവുകയില്ല. കാരണം ദൈവപ്രേരണയ്ക്കനുസരിച്ചാണ് അവർ സംസാരിക്കുന്നത്, അവർ പെരുമാറുന്നത്. അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ദൈവത്തിൻ്റെ പ്രേരണയും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗവുമായി തീരുകയാണ്. അത് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. അത് അനുഗ്രഹത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ കൃപകൾ വർഷിക്കപ്പെടാനായിട്ട് കാരണമാകുന്നത്. സാമുവേൽ പ്രവാചകൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ഇസ്രായേലിലെ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകൻ തന്നെയായിരുന്നു സാമുവേൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കൃപയിലേക്ക് വളർന്നത്? അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ ദൈവിക പദ്ധതിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിതം ജീവിച്ച ഒരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറഞ്ഞത്, കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമായി തീരാൻ അവിടുന്ന് ഇടവരുത്തിയില്ല എന്ന്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെയുള്ളപ്പോൾ ഒന്നും വ്യർത്ഥമായി തീരുകയില്ല. ഒരു വാക്കും വ്യർത്ഥമായി തീരുകയില്ല. ഒരു സംഭാഷണവും വ്യർത്ഥമായി തീരുകയില്ല. വ്യർത്ഥമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് കർത്താവ് കൂടെയുള്ളപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മറ്റൊന്നുമല്ല, ഈ ഒരു മനോഭാവമാണ്. എൻ്റെ ദൈവം എന്നോടത്തുണ്ട് എന്ന മനോഭാവം, എൻ്റെ ദൈവമാണ് എന്നെ നയിക്കുന്നത് എന്ന ബോധ്യം, എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദമെന്ന ബോധ്യം. ആ ബോധ്യത്തോടെ ദൈവഭക്തിയിൽ, വിശ്വാസത്തിൽ വളരുവാൻ തക്കവിധം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവഭയവും ദൈവവിശ്വാസവും ദൈവമുണ്ട് എന്ന ബോധ്യവും നിറയുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപകൾ നമ്മിൽ നിറയട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് പ്രഭാതത്തിൽ അർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗം, രോഗികളായ എല്ലാവരെയും, കിടപ്പ് രോഗികളായവർ, ആശുപത്രിയിലായിരിക്കുന്നവർ, രോഗപീഠയാൽ കഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ രോഗത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർ, അത്തരം ആളുകളെയും ആ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവെ, എല്ലാവരുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ നിയോഗവും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം, കുടുംബത്തെയും സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയൻ കൂടാരങ്ങളിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും വിവിധങ്ങളായ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇതിലൊരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകം എല്ലാവരിലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ദൈവഭയത്തിൽ വളരുവാൻ തക്കവിധം കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയുടെ വിശുദ്ധൻ്റെ പ്രാർത്ഥനയും സഹായവും ഈ നിമിഷം നമുക്ക് യാചിക്കാം. എല്ലാ മാലാഖമാരോടും, പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖയുടെ പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം, സംരക്ഷണം യാചിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രത്യേകമായി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. Blood of Jesus, anointing, power. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, അങ്ങേക്കാരാധന. ആയിരം ആരാധന, അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. അങ്ങേക്കാരാധന. ആയിരം ആരാധന.
ആത്മാവിലാരാധന തിരുസഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പ്രത്യേകമായിട്ട് മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യാസ്തരോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.